നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി ഹണി റോസിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും പിന്നാലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലേക്ക് പോയതും. അപ്പോൾ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ജയിൽ വിശേഷങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് പായയും പുതപ്പും വാങ്ങി എ ബ്ലോക്കിലെ 1ാമത്തെ സെല്ലിലേക്കാണ് ബോച്ചയെ കൊണ്ടുപോയത്. പിന്നാലെ ജയിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും നൽകി 10 പേർക്ക് കഴിയാവുന്ന സെല്ലിൽ നിലവിലുള്ള 5 പേർ കഴിഞ്ഞ് 6ാമനായിട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ സെല്ലിലേക്ക് കയറ്റിയത്. വ്യാഴാഴ്ച രാത്രി 7:10 ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും എല്ലാം നിങ്ങളോട് പിന്നീട് പറയാമെന്നും തന്റെ കാൽ വീണ് പൊട്ടിയിരിക്കുകയാണെന്നും ഒക്കെയായിരുന്നു മാധ്യമ പ്രവർത്തകരോടായി പറഞ്ഞ ശേഷമാണ് ബോബി അകത്തേക്ക് പ്രവേശിച്ചതും. മോഷണം, ലഹരി മരുന്ന് കച്ചവടം തുടങ്ങിയ കേസുകളിലെ 5 പ്രതികൾക്കൊപ്പമാണ് ബോബിയും ഉള്ളത്. സാധാരണ വൈകിട്ട് 5-ന് തന്നെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകി കഴിയും. ബോബി കോടതിയിലും പിന്നീട് ആശുപത്രിയിലും ആയതിനാൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചതോടെയാണ് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും നൽകിയത്. അറസ്റ്റിലായ ബോബി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ സെല്ലിൽ ബുധനാഴ്ച രാത്രി ഉറങ്ങിയത് പത്രക്കടലാസ് വിരിച്ചായിരുന്നു. വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് ബുധനാഴ്ച രാത്രി 7 മണിയോടെയാണ് കൊച്ചിയിൽ എത്തിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സെല്ലിൽ എത്തിച്ചത്. ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനായി പുറത്തേക്കിറക്കിയപ്പോൾ ബോച്ചെ ആരാധകർ പ്രതിഷേധം അറിയിച്ചിരുന്നു. അവർ പോലീസ് വണ്ടി തടയാൻ ശ്രമിച്ചു. പ്രതിഷേധം വകവയ്ക്കാതെ പോലീസ് വാഹനം മുന്നേറ്റെടുത്ത് വേഗത്തിൽ ഓടിച്ചു പോകുകയായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് കോടതിയിൽ നിന്നും വൈദ്യപരിശോധനയ്ക്കായി ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ രക്തസമ്മർദ്ദവും ECG പരിശോധനയും നടത്തി. ഇതിനിടെ ബോബിയെ ഫാനില്ലാത്ത ഇരുട്ടുള്ള മുറിയിലാണ് ഇരുത്തിയിരിക്കുന്നത് എന്ന പരാതിയുമായി ചിലർ ഡോക്ടർമാരെ സമീപിച്ചു. അവർ ഡോക്ടറുമായി സംസാരിക്കുമ്പോൾ പോലീസ് ബോബിയെ പുറത്തിറക്കി വാഹനത്തിൽ കയറ്റി. ഇതോടെ ചിലർ ഓടിയെത്തി വണ്ടിക്ക് മുന്നിൽ നിന്ന് തടയാൻ ശ്രമിച്ചു. മതിയായ ചികിത്സ നൽകാതെയാണ് ബോച്ചയെ കൊണ്ടുപോകുന്നതെന്നും മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണിതെന്നും അവർ പറഞ്ഞു. പ്രതിഷേധക്കാർ വാഹനത്തിന് മുന്നിലേക്ക് കൂടുതലായി എത്തും മുൻപ് പോലീസ് വേഗത്തിൽ ഓടിച്ചുപോയി. നടി നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചില്ല. പ്രതി നൽകിയ ജാമ്യാപേക്ഷ തള്ളി എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് ബോച്ചയെ റിമാൻഡ് ചെയ്തത്. തെറ്റു ചെയ്തിട്ടില്ലെന്നും വ്യാജ ആരോപണമാണ് തനിക്കെതിരെ ഉയർന്നതെന്നുമുള്ള ബോബിയുടെ വാദം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് A. അഭിരാമി തള്ളുകയായിരുന്നു. വിധി കേട്ട ബോബിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പരിശോധനയ്ക്ക് ശേഷം വൈകിട്ട് 7:10 കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിക്കുകയായിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.